സെൻഡ് ഓഫൊക്കെ തന്നോ, 10 രൂപയുടെ സാധനം എനിക്ക് വേണ്ട, അത് തന്നാൽ അവിടെ വെച്ചിട്ട് പോകും. കാരണം നമ്മൾ പഠിച്ചു ദൈവവും അല്ലാത്ത വേറെ ഒന്നും വേണ്ട. പിന്നെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു അച്ഛനെ 10 പൈസ ബാങ്ക് ബാലൻസ് കാണില്ല. അച്ഛന്മാരെ ശമ്പളമൊക്കെ അറിയാലോ അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾ വിചാരിക്കരുത് കോടികൾ ആസ്തിയായിട്ട് നടക്കണേ. 15,000 രൂപയാണ് ശമ്പളം. ഇപ്പോൾ കുർബാനായിരം അടക്കണമെങ്കിൽ 17,000 കിട്ടും. 3,000 രൂപ ഞങ്ങൾ താമസിക്കുന്നതായതുകൊണ്ട് 2,000 രൂപ ചോറിന് കൊടുക്കണം. പിന്നെ ബാക്കി വണ്ടിക്കൂലി ഇതൊക്കെ അതിൽ നിന്ന് പോകണം. ഇത് കാശിൻ്റെ ദാരിദ്ര്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെയാവുമ്പോഴും നമ്മൾ കൊടുത്ത് ജീവിച്ചു തുടങ്ങിയാൽ 10 പൈസ ബാക്കിൻ്റെ അവനൊരു മാസം കഴിയുന്നു. പക്ഷെ ദൈവം നടത്തും. കാരണം എന്താ? അവന് വേണ്ടി ജീവിച്ചു തുടങ്ങിയതുകൊണ്ട്. ഇപ്പോൾ ഈ 5 കൊല്ലമായി പട്ടം കിട്ടിയിട്ട് 5 കൊല്ലം ആവുന്നു. ഈ 5 കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ച പാടാ. 1 രൂപ കയ്യിൽ വേണ്ട. എൻ്റെ ബാങ്ക് ബാലൻസ് അറിയിക്കാൻ വേണ്ടി പറയണല്ല, കഴിയുമ്പോൾ എനിക്ക് കവർ തരും വേണ്ട. 21 രൂപയാണ് ഇന്നലത്തോടു കൂടി. അതിലൊരു 1000 രൂപ തീർന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരം എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കാശ് എൻ്റെ കയ്യിൽ വരും. ഞാൻ നടക്കണത് അന്തസ് ബൈക്കുമേ. 20-ൽ ഒരാൾക്കില്ലാത്ത ബൈക്കാ പിതാവ് എനിക്ക് വാങ്ങി തന്നായിരുന്നു. എന്ത് കണ്ടിട്ടാ? എൻ്റെ കയ്യിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാ? അല്ല. 1,73,000 രൂപ വരെ വണ്ടി എൻ്റെ കയ്യിലിരിക്കുന്നു. ബൈക്ക് രൂപതയുടെയാണ്, പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഇരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ 20,000 രൂപ വരെ സിസ്റ്റർ ജൂബിലി കഴിഞ്ഞപ്പോൾ വാങ്ങി തന്ന ചെറുക്കപ്പടിയിൽ നിന്ന്. ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ സർവത്ര സാധനവും നാട്ടുകാർ വാങ്ങി തന്നേക്കുന്നത്. 5 പൈസ കയ്യിലില്ലെങ്കിലും ദൈവം നടത്തും. കാരണം നമ്മൾ അവൻ്റെ കൂടെ ഇറങ്ങിയതാണ്. എല്ലാവരും അത് തന്നെയാണ്. എല്ലാ വൈദികരുടെയും സ്വപ്നം അത് തന്നെയാണ്. അവർ നിങ്ങളുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത്.